രാം ഗോപാൽ വർമ്മ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വിസ്മയം തീർത്ത ഡയറക്ടർമാരൊരാൾ. ഒരുപാട് താരങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ ഉദയം ചെയ്തിട്ടുണ്ട്. രംഗീലയായാലും കമ്പനിയായാലും ഇഷ്ടംപോലെ സിനിമകൾ, ഇഷ്ടംപോലെ നായകന്മാർ, ഇഷ്ടംപോലെ നായികമാർ. ഒരു കാലത്തെ ക്രേസ് ആയിരുന്നു എല്ലാവരുടെയും രാം ഗോപാൽ വർമ്മ എന്ന് പറയുന്ന സമയം. ഇപ്പം അത്രയും പ്രശസ്തി അല്ലെങ്കിൽ അത്രയും ഹിറ്റുകളൊന്നും ഇപ്പോൾ ഇല്ല അദ്ദേഹത്തിന്. പക്ഷെ ഇപ്പം അദ്ദേഹം നിറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം അദ്ദേഹം മലയാളത്തിലെ ഒരു സിനിമയുടെ റഷസ് കണ്ടിട്ട്, അതിൻ്റെ ചെറിയ ചെറിയ ഷോർട്സ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ആവേശമായിട്ട് കിട്ടുകൻ സിനിമ എന്ന് പറഞ്ഞു. ഈ സിനിമ വേറെ ഒന്നുമല്ല, ബാലൻ എന്ന് പറഞ്ഞ സിനിമയാണ്. പഴയ മലയാള സിനിമയിൽ ബാലനല്ല, നമ്മുടെ ചിദംബരം എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞുമേൽ ബോയ്സിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നതാണ് പെട്ടെന്ന് അറിയുന്നത്. മഞ്ഞുമേൽ ബോയ്സിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തിന് ഇപ്പം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഈ ബാലൻ എന്ന് പറഞ്ഞ സിനിമ. ഇതിനകത്ത് രണ്ട് പ്രത്യേകതയുണ്ട്. മഞ്ഞുമേൽ ബോയ്സിൻ്റെ ഡയറക്ടർ ചിദംബരവും ആവേശത്തിൻ്റെ ഡയറക്ടർ നമ്മുടെ ജിത്തു മാധവനോടാണ്. സ്ക്രിപ്റ്റ് ജിത്തു മാധവൻ്റെയാണ്, ഡയറക്ടർ ചിദംബരമാണ്. ഇവർ രണ്ടുപേരോട് ഒന്നിക്കുമ്പം എന്തായാലും ഒരു കിടുക്കൻ പ്രോജക്റ്റ് ആയിരിക്കും വരുന്നത്. ഒരുപാട് പേരും പുതുമുഖ താരങ്ങളാണ് ഇതിനകത്ത്. ടോവിനോ, ശ്രീനാഥ് ബാസി, അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ലീഡ് റോളിലൊക്കെ ചെറിയ ചെറിയ താരങ്ങൾ, ചെറിയ ചെറിയ റോളുകൾ മാത്രമേ ഉള്ളൂ ഇവർക്കെല്ലാം. പൂർണ്ണമായിട്ടും പുതുമുഖങ്ങളെ വെച്ചാണ് ഈ സബ്ജക്റ്റ്. അതിൽ തന്നെ ഒരു പുതുമയുണ്ട്. എന്തായാലും ഗംഭീര ഒരു സബ്ജക്റ്റ് ആയിക്കോട്ടെ. ഒരു മഞ്ഞുമേൽ ബോയ്സ് പോലൊരു ചെറിയ ഒരു വൺ ലൈനിനെ അസാധാരണ വിജയമാക്കി മാറ്റിയ ചിദംബരം ഉറപ്പായിട്ടും ബാനിലൂടെ ഒരു ഗംഭീര വിജയം ആവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.